എസ് വിജയകുമാർ, ഈ സത്യപ്രതിജ്ഞ ഇപ്പോൾ ഇന്ന് തന്നെ അങ്ങ് നടത്തി. സമയമുണ്ടായിരുന്നു 4 ആഴ്ച. പറഞ്ഞതുപോലെ ക്രമമൊക്കെ പാലിച്ച് നടത്താമായിരുന്നു. ഇനിയും കോടതിയിൽ പോകുമോ? അതും മറ്റൊരു അബദ്ധത്തിലേക്കാണോ നീങ്ങിയത് എന്ന് സംശയമുണ്ട്. ഇന്ന് 19 പേരാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരാൾ ജയിലിലായതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് അവസരം കിട്ടിയില്ല. ഇതിൽ സുജയ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് നമ്മളുടെ ജനപ്രതിനിധികളൊക്കെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്. ഉമേഷ് ചള്ളിലിൻ്റെ ഒരു കേസുണ്ട് കേരള ഹൈക്കോടതിയിൽ. ആ കേസിൽ വിധി പറഞ്ഞത് ഡിവിഷൻ ബെഞ്ചാണ്. ആ വിധി പിന്നീട് സുപ്രീം കോടതി ശരിവെച്ചതാണ്. അതിൽ പറയുന്നുണ്ട്, ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ, സഗൗരവം. ഈ 2 പ്രതിജ്ഞ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയൂ. ഇപ്പൊ അന്ന് ഉമേഷ് ചള്ളിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലായിരുന്നു പ്രതിജ്ഞ ചൊല്ലിയത്. ആ പ്രതിജ്ഞ അസാധുവാണ് എന്ന് പിന്നീട് വ്യക്തമാക്കുകയും അദ്ദേഹത്തോട് വീണ്ടും പ്രതിജ്ഞ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട കേസാണ്. അങ്ങനെ ഒരു വിധി നാട്ടിൽ നിലനിൽക്കുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഇതൊന്നും അറിയാതെയാണോ ജനപ്രതിനിധികൾ ഈ പറയുന്ന അവരവരുടെ ചുമതലകൾക്ക് പോകുന്നത് എന്ന് നമ്മളെ അത്ഭുതം നമുക്ക് തോന്നും. ഏതായാലും നിയമമുണ്ട്, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളുണ്ട്. അത് പാലിക്കാതിരുന്നാൽ ഇതാ തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കും. ജോഷി കുര്യൻ, എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാത്തവരാണോ നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് ചോദിച്ചു പോകേണ്ട സാഹചര്യമാണോ? സുജയ, ഇത് വേണ്ടത്ര തയ്യാറെടുപ്പില്ലാത്തത് കൊണ്ട് നടന്ന സത്യപ്രതിജ്ഞയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് കരുതി കൂട്ടി തന്നെ ചെയ്തതാണ്. വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ ആയിരുന്നെങ്കിൽ 1-2 പേർ ചെയ്യുമായിരുന്നു. ഈ 19 പേരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ പേരിൽ, ദേവതകളുടെ പേരിൽ, ശ്രീപത്മനാഭസ്വാമിയുടെ പേരിൽ, ആറ്റുകാലമ്മയുടെ പേരിൽ ഒക്കെ തന്നെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബലിദാനികളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആലോചിച്ച് തന്നെ എടുത്തതാണ്. ഒരു കാര്യം ഓർത്തോളൂ, രാജ്യത്തൊരു നിയമമുണ്ട്, രാജ്യത്തൊരു ചട്ടമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ജനപ്രതിനിധികൾക്ക് പോകാൻ കഴിയൂ. BJP-ക്കാർ അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും സത്യപ്രതിജ്ഞയാണെങ്കിൽ നിങ്ങളത് ഇതേപോലെ ചെയ്തോളൂ. നിങ്ങളുടെ ഏതെങ്കിലും സംഘടനയുടെയോ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും സത്യപ്രതിജ്ഞയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടദേവതകളുടെയോ ദൈവങ്ങളുടെയോ ബലിദാനികളുടെയോ പേര് പറഞ്ഞു ചെയ്തോളൂ. പക്ഷേ വോട്ടർമാർ ജയിപ്പിച്ച ജനപ്രതിനിധികളാണ്, നിങ്ങളെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ചട്ടവും നിയമവും അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്. അത് വളരെ ശരിയാണ്, സ്വാഗതാർഹമാണ്. മേലിലൊരാളും രാജ്യത്തിന്റെ ഭരണഘടനയെയും ഇവിടുത്തെ ചട്ടങ്ങളെയും ഇത്തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് ജനപ്രതിനിധികൾക്കുള്ളൊരു താക്കീത് കൂടിയാണ് തിരുവനന്തപുരം കൗൺസിലിൽ നടന്നത്. സുജയ, അതോടൊപ്പം തന്നെ നിങ്ങൾ പറയാതെ പോയ ഒരു കാര്യമുണ്ട് ജോഷി വിജയകുമാർ. എന്തുകൊണ്ടാണ് CPIM തിടുക്കപ്പെട്ട SP ദീപക് വഴി കോടതിയിലേക്ക് പോയത്? ഇപ്പോൾ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ 3-ാം അനുച്ഛേദ പ്രകാരം ഇവർ ചെയ്തത് തെറ്റാണ്. ദൈവനാമത്തിലുള്ള സത്യപ്രതിജ്ഞയോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. സഗൗരവവും പ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ ഹൈക്കോടതി തീരുമാനമനുസരിച്ച് ഉടനടി പ്രതിജ്ഞ ചെയ്യാൻ BJP ഇന്ന് ഓടിപ്പോയതിന്റെ കാരണം ഇതൊരു അട്ടിമറി നീക്കമാണ്. കാരണം ഞാണിന്മേൽ കളിയാണ്. ഒരു കൗൺസിലർ ഇപ്പോൾ തന്നെ അകത്താണ്. ബാക്കിയുള്ളവരെ വെച്ച് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വലിയ പാടായിരിക്കും. സ്വതന്ത്രർ എല്ലാവരും കൂടെ നിൽക്കണം. അതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് പോയി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതുപക്ഷം അവിടെ ശ്രമിച്ചത് ഒരു അട്ടിമറിയാണ്, പക്ഷെ അത് നടന്നില്ല. തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞത് ഹർജിയുമായി പോയവർക്കുള്ള ഒരു അടി തന്നെയാണ്. വിജയകുമാർ, അപ്പോൾ ചോദിക്കാത്ത ആ ചോദ്യം ഏതാണ് സുജയ? തിടുക്കത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയതിലെ ചട്ടലംഘനം ഇനി കോടതി കയറുമോ? നിയമനിർമ്മാണ സഭകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചട്ടമൊന്നും ബാധകമല്ലേ? അതോ അവർക്ക് ചട്ടമൊന്നും അറിയില്ലേ?